മാന്നാറിലെ കൊലപാതകം. ഇപ്പോൾ പോലീസിന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അതിലെ പ്രതിയായ അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ഒന്നാം പ്രതി അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടിയുടെ ഭാഗമായി ഇയാൾക്കെതിരെ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. നമുക്ക് ഷാജിയോട് ചോദിച്ചറിയാം അതിൻ്റെ നിയമ നടപടികൾ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഷാജി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഷാജി, പോലീസിന് ഇനി മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നതാണ്. അപ്പോൾ അതിനുള്ള നിയമ നടപടികളിലേക്കൊക്കെ പോലീസ് കടന്നിരിക്കുകയാണ്. എന്തൊക്കെ ശ്രമങ്ങളാണ് ഇയാളെ നാട്ടിലെത്തിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? മനു, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചക്കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. കാരണം അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക, അനിൽകുമാർ നാട്ടിലെത്തിയാൽ മാത്രമേ ഈ കേസിന് ഇനിയൊരു തുമ്പുണ്ടാകുകയുള്ളൂ. അനിൽകുമാറിനോടൊപ്പമുള്ള മറ്റ് 3 പേരും കൂടി ചേർന്ന് മറവ് ചെയ്ത മൃതദേഹമാണ് ഇപ്പോൾ കാണാനില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നത്. മറ്റ് 3 പേരെയും ആദ്യത്തെ 6 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും 3 ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് എം പിയും ഈ പെൺകുട്ടിയെ കാണാതായ വീട്ടിൽ, അതല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം അദ്ദേഹം പോലീസിനെതിരെയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കമാണ് കോൺഗ്രസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അപ്പോൾ നാട്ടുകാരും സോഷ്യൽ മീഡിയയും ഒക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഏതാണ്ട് 7-8 തവണയായിട്ട് MP ആയിട്ട് മത്സരിച്ച് വിജയിച്ച മാവേലിക്കര മണ്ഡലത്തിൽ അവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർക്ക് പോലും അറിയാവുന്ന ഒരു കൊലപാതകം, 14 വർഷം മുൻപാണെന്നൊരു കൊലപാതകം, എന്തുകൊണ്ട് MP അറിഞ്ഞില്ല, എന്തുകൊണ്ട് MP അന്വേഷിച്ചില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോയിട്ട്, പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവിടെ നിന്ന് പോയിട്ട് എന്തുകൊണ്ട് പാർലമെൻറ്റ് അംഗം അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, പരാതി കൊടുത്തില്ല? ഇപ്പോഴിതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് കാണാൻ ശ്രമിക്കുന്നതിന് അവർ ശക്തമായ രീതിയിൽ എതിർക്കുകയാണ്. എന്തായാലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കേസിൻ്റെ അവസാനത്തെ ഒരു പോംവഴി. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് വാറണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് അനിലിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. നേരത്തെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ വെച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അത് ഏതാണ്ട് 1 മാസത്തോളം കാലം എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് മുൻപായിട്ട് എങ്ങനെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് പോലീസ് ചിന്തിക്കുന്നത്. അതായത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതികളെയൊക്കെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അനിൽകുമാറിനെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം കേരളം വളരെയധികം. അതാണ് ഷാജി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് അയാളെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്താൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.